ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് 2 തരം ചിക്കനാണ് കേട്ടോ. ഒന്ന് നമ്മൾ ഫ്രൈഡ് ചിക്കൻ, ഒന്ന് ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് ചിക്കന് നമ്മൾ മഞ്ഞൾപ്പൊടി വേണ്ട, KFC മാതിരി ഉണ്ടാക്കാനാണ്. ഇതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും തിരുമ്പി വയ്ക്കാം കറിക്ക്. പിന്നെ മല്ലി മുളകൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വറുത്തിട്ടുണ്ടാക്കാം. അപ്പോൾ നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടുക. ഇതിങ്ങനെ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇത് മാത്രം തടവിയിട്ട് ഇരിക്കട്ടെ. ബാക്കി മസാലയൊക്കെ നമുക്ക് സബോളയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാം. ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം പിടിക്കട്ടെ അതിൽ. പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി മസാല അരച്ചത്, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് തൈര്, കുറച്ച് ലെമൺ. ഇത് എല്ലാം കൂടി തിരുമ്മിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. ഇത് നല്ല തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, മൂടി വയ്ക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എടുത്ത് അതിൻ്റെ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ, നല്ല ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു പൊടികൾ മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ കോൺഫ്ലവർ 3/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ, അത് മതി. മൈദ ഒരു 3/4 കപ്പ്. പിന്നെ നമ്മൾ ഗാർലിക് പൗഡർ 1 സ്പൂണ്, കട്ട പിടിച്ചു ഇരുന്നിട്ട്. കുറച്ച് ജിഞ്ചർ പൗഡർ കേട്ടോ. എല്ലാം പൗഡർ വാങ്ങി വെച്ചതാണ്, അത് കുറച്ച് നാളായപ്പോഴേ. ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ മറ്റേലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല മിക്സാക്കാം. നമുക്കൊന്ന് അരിക്കാം കേട്ടോ, നല്ല മിക്സ് ആവുള്ളൂ. നല്ല നമ്മൾ അരിച്ച് എല്ലാം ചേർത്തു. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. പൊടികളെല്ലാം കട്ട പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 മുട്ട, കുറച്ച് ഉപ്പും പെപ്പറും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. വേറെ എരിവിന് നമ്മളിത് പെപ്പർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഗാർലിക്കിൻ്റെ എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഇതിൽ ഉപ്പും പെപ്പറും ഇട്ടത് കേട്ടോ. ഞാൻ 2 കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ആദ്യം ഇതെടുക്കുക, നല്ല ഉപ്പ് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല പുരട്ടിയിട്ട് നമ്മൾ ഈ മുട്ടയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിലൊരു കോട്ടിടും. അപ്പോൾ നല്ല പുറത്ത് നല്ല ഒരിത് കിട്ടും. വീണ്ടും ഇതിലെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഓണിയൻ പൗഡർ, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വയ്ക്കാം. എല്ലാം ചെയ്തിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. എല്ലാതും ഇതുമാതിരി തട്ടി വയ്ക്കാം. നമ്മളെല്ലാതും ഇത് മാവിൽ തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് പതുക്കനെ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം.
നാലിനിട്ടാൽ മതി, ബാക്കിയുള്ളത് പിന്നെ എടുക്കും. തീ കുറച്ച് വെച്ച് പൊരിക്കാം കേട്ടോ. നല്ല മണമുണ്ട്. നമ്മൾ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ആദ്യം ഗാർലിക് അരച്ചും ചേർക്കുന്നുണ്ട്. ഭയങ്കര മണം. നമുക്ക് തിരിച്ചിടാട്ടോ. അല്ലെങ്കിൽ കരിയോ 8 മിനിറ്റ് വെന്താൽ മതി. ഒരു ഭാഗം 4 മിനിറ്റ് മതിയില്ല. സിമ്മിലിട്ടാലേ നല്ല വെന്തോളും. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓരോന്നെടുക്കുക, ചൂട്ടത്തിൽ വയ്ക്കുക. ഇത് റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഒന്നല്ല കേട്ടോ. ഈ സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ശരിക്കും സൺഫ്ലവർ ഒന്നല്ല. അതുകൊണ്ട് അത് നമുക്ക് നല്ലതല്ല. പിന്നെ വെളിച്ചെണ്ണയിൽ ഇതുണ്ടാക്കിയ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് അത്ര മോശമല്ല എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതും കൂടി ഇടാം. രണ്ടാമത്തതും വറവായിട്ട് വരുന്നുണ്ട്. നമുക്ക് എടുക്കാൻ നോക്കാം. അടുപ്പ് ഓഫ്. പിന്നെ അവസാനത്തേത് എടുത്തു നമ്മുടെ KFC ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചിക്കൻ കറി വയ്ക്കണം. അതും കൂടി ചെയ്തിട്ട് നിർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് ഒഴിച്ചാണ് നല്ലതാണ്. ഇപ്പോൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. പഴയതായ പൊട്ട അതിൽ സവാള വയ്ക്കുക. ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി ചതച്ചതാണോ അതാ വേഗട്ടെ കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റാണ്. പച്ചമുളക് ഇടാം. കറിവേപ്പില ഇല്ല. ശരിക്കും പറഞ്ഞാൽ നാടൻ കറിയിലെ ഉള്ളിയാണ് വഴറ്റേട്ടാ. എൻ്റെ എല്ലാം ഉള്ളി കഴിഞ്ഞിരിക്കുക. അത് കാരണം സവാള ഇരിക്കുമ്പോൾ ഫുള്ള് ഉള്ളി ഉപയോഗിക്കും. കുറച്ച് അടുപ്പ് സിമ്മിൽ വയ്ക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി നല്ല വഴറ്റിയിട്ട് വേണം ബാക്കിയുള്ളതിടാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി തക്കാളി ഇടാം. മുട്ടക്കറിക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ചിക്കൻ ഇടാം കേട്ടോ. വലിയ പീസായിട്ടാണ് ചെറുതാക്കണമെങ്കിൽ അരച്ച് ചെറുതാക്കി. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇടാം.
കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. പണി കഴിക്കും. നമ്മളുണ്ടാക്കിയ KFC ചിക്കൻ നമുക്ക് ടേസ്റ്റ് നോക്കാം. ചിക്കൻ മറ്റേ ചിക്കൻ കറി വേകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് നല്ല ഉണ്ടാവും, നല്ലാതെ ഇരിക്കാൻ ഒരു ഇതുമില്ല. നല്ല ടേസ്റ്റ് വരും. നല്ല ഉപ്പും പുളിയും നല്ല പിടിച്ചിട്ടുണ്ട്. അതിന് പുറത്തുള്ള തോലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇറച്ചിയൊക്കെ നല്ല വെന്തുണ്ട്, സോഫ്റ്റാണ്ട്. അങ്ങനെ തൈര് ഒഴിക്കണം കേട്ടോ. തൈര് ലെമൺ ഒഴിച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഇതുമാതിരി ചെയ്തോളാം കേട്ടോ. എനിക്കിത് കഴിച്ചിട്ടേ ഇരിക്കണം പോലെ ഉണ്ട്, അത്ര ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാനേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. നല്ല എരിവായിരുന്നു, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പം നമുക്ക് 2 കറിവേപ്പില ഇടാം. പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. എരിവിനെ ഇതാക്കാം. ഇവിടെ എരിവ് തീരെ കഴിക്കില്ല ചേട്ടാ. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ശരിയായിട്ടാ, എരിവൊക്കെ ശരിയായി. നോക്കിയിട്ട് ഇടുക എരിവൊക്കെ. അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. നാടൻ സ്റ്റൈലിൽ ചിക്കൻ കറി. അല്ല കുമ്പളങ്ങയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ കേട്ടാ, ലഞ്ച് കഴിക്കാൻ നോക്കട്ടെ. ബായ്.